ഗാർഡനിൽ എന്നും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ മാൻഡവല്ല. അപ്പം എൻ്റെ അടുത്ത് ഇതുണ്ട്. കുറേ നാളായിട്ട് ഞാനത് ആ പോട്ടിൽ നിന്ന് മാറ്റാതെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. നിറച്ചും പൂവാണ് കേട്ടോ. എല്ലാ ദിവസവും പൂവിടുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അത് തന്നെയല്ല, ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഓർഗാനിക് വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ നോക്കണം. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പോട്ടിലായിരിക്കും വെക്കേണ്ടത്. അതിന് പറ്റുന്ന പോട്ടി മിക്സ്ചർ വേണം അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതൊന്ന് മാറ്റി നടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമുക്കിതിനെ ഹാങ്ങിങ് ആയിട്ട് വേണേൽ വളർത്താം, കുറ്റിച്ച് നിർത്തണേ അങ്ങനെ ചെയ്യാം, അല്ല നമുക്ക് വള്ളിച്ചെടിയായിട്ട് പടർത്തണേ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതിനെ വാങ്ങി വെച്ചിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ആ പോട്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ കുറേ നാളായി. അതുകൊണ്ട് തന്നെ അതിന് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഞാൻ ആ ചെറിയ പോട്ടിൽ നിന്ന് അതിനെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിപ്പമുള്ളൊരു പോട്ടിലോട്ടാണ് കേട്ടോ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടി പിന്നെ കുറച്ച് കുമ്മായം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാനിത് വെക്കുന്നത്. പിന്നെ ഇപ്പം നന്നായിട്ട് അതിൻ്റെ വേരൊന്ന് ഇളകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഞാൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മഴ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു വെച്ചിരുന്നത്. എന്നാൽ പുറത്തല്ല, വീടിൻ്റെ ഒരു സൈഡിൽ മഴച്ചാറ്റിൽ നല്ലപോലെ കിട്ടുന്ന സൈഡിലാണ് വെച്ചിരുന്നത് കേട്ടോ. വെയിലുള്ള സമയത്തും അവിടെ തന്നെയായിരുന്നു. മഴ പെയ്തപ്പം പ്രത്യേകിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടൊന്നുമില്ലായിരുന്നു. നന്നായിട്ട് വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്, അതുപോലെ വാട്ടറിങ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കേട്ടോ. ഇലകളിൽ അടക്കം വെള്ളം തളിച്ചു കൊടുക്കുന്നതാണ് ഇതിന് ഇഷ്ടം കേട്ടോ. അതുപോലെ തന്നെ പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മുട്ടൊക്കെ വന്ന് വിരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒന്ന് നുള്ളി കൊടുത്തു വിട്ടാൽ പുതിയ പുതിയ നാമ്പുകൾ വന്ന് ഇഷ്ടം പോലെ പൂക്കൾ വരും കേട്ടോ. അപ്പം ഞാൻ ഇതിനെ ഇപ്പോൾ ഇവിടെയാണ് വെച്ചേക്കുന്നത്. പിന്നെ മാറ്റി